ഉച്ചക്ക് നല്ല ഊണ് കഴിക്കാനൊരാഗ്രഹം. പിന്നെ അധികം ആലോചിക്കാതെ വണ്ടി എടുത്തങ്ങ് വിട്ടു. കയറി ചെല്ലുമ്പോൾ തന്നെ കണ്ട കാഴ്ച ഇതാണ് കേട്ടോ. പിന്നെ എന്ത് വേണം നമുക്ക് അല്ലേ? കൈ കഴുകി നേരെ സീറ്റിൽ പോയിരുന്നു. അപ്പോഴേക്കും നല്ല വാഴയിലയും എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ ചോറും എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്പെഷ്യലായിട്ട് ഞങ്ങൾ എന്താ വാങ്ങിയതെന്ന് വെച്ചാൽ ഒരു ലഗോൺ കോഴിയുടെ മുട്ടയും ഒരു ചിക്കൻ പാർട്സും. ദേ ഒരു മുട്ടക്കളത്തി മുട്ടയടിച്ച് മാറ്റുന്നു ഗൈസ്. ചോറിൽ 2 കുഴികുത്തി കൊടുത്തപ്പോഴേക്കും സാമ്പാറും എത്തി, മീൻകറിയും എത്തി. കൂടെ തന്നെ തൊടുകറികളായ കേബേജ് തോരനും അച്ചാറും പച്ചടിയും കൂട്ടുകറിയും ഒക്കെ എത്തി. പപ്പടമില്ലേന്ന് വിഷമിച്ചിരിക്കുമ്പോഴേക്കും പപ്പടവും എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ തുടങ്ങാമല്ലേ? ആ ചോറും മീൻകറിയും കൂടെ ആദ്യം ഒന്ന് കുഴച്ച് കഴിച്ചു. പിന്നെ മെല്ലെ ആ ലഗോൺ മുട്ടേനകത്തുനിന്ന് ഒരു മുട്ടയും എടുത്ത് കഴിച്ചു നോക്കി. ലഗോൺ മുട്ട ഒരു ഏവറേജ് ടേസ്റ്റ് ആയിട്ടാണ് കേട്ടോ തോന്നിയത്. പിന്നെ ഈ അച്ചാർ മാങ്ങ അച്ചാറാണെന്ന് തോന്നുന്നു, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. പിന്നെ പച്ചടിയും കൂട്ടുകറിയും ഒക്കെ കൂടി ഒരു പിടി പിടിച്ചു. പിന്നെ പറയാൻ മറന്നുപോയതാണേ, ആ ചിക്കൻ പാർട്സും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഗ്രേവി. അങ്ങനെ ഊണൊക്കെ നല്ലതുപോലെ ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. ഹോ, ഇനി ഇവിടുന്ന് എഴുന്നേൽക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. ഇനി ലൊക്കേഷനും കൂടി പറഞ്ഞുതരാം. താഴെ ചുവക്കുന്ന കാപ്പാട് പോകും വഴി തിലാന്നൂറുള്ള കൃഷ്ണ ലഞ്ച് ഹോം. ടാറ്റാ.